വരൂ വരൂ വരൂ. ഇത് പാർവതി അമ്മ, ഇത് അവരുടെ മകള് അനുഷ്യ. ഹൈവേ ഹോട്ടലിൽ വെച്ച് നിങ്ങളെ കണ്ടിരുന്നു. ഞങ്ങളും ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് വന്നില്ലേ? അതെന്റെ ചേട്ടനാണ്. അവര് ബാംഗ്ലൂരേക്ക് പോയി. അവിടെ അവര് ജോലി ചെയ്യുന്നത്. ഇവരെ ഭർത്താവ് മിലിറ്ററിയിലെ പാചകക്കാരനാ. ഇവരിവിടെ അടുത്താ താമസം. പാചകം ചെയ്യുമെന്ന് ചോദിച്ചതിന് ഇവര് പാചകം ചെയ്ത് തരാന്ന് പറഞ്ഞു. They look so decent and well to do. അവര് പാചകം ചെയ്യുമെന്ന് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ എന്താ മാഡം, അങ്ങനെ ഒന്നും അല്ല. വീട്ടില് പാചകം ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ആർമി ഫാമിലി അല്ലേ? ഞങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ? അയ്യോ, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് അവളുടെ പാചകം ഒരുപാട് ഇഷ്ടപ്പെടും. എടാ, ആ ഗ്ലാസിന് തന്നെ. എനിക്ക് ഒന്ന് മതി. രാജു സർവേ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ഓവറായിട്ട് വെട്ടി വിഴുങ്ങല്ലേ? ഇല്ലല്ലേ, ഞാൻ ഡയറ്റിലുള്ള. നീ എന്നെ പേടിക്കണം, നിന്നൊന്നും പറയില്ല. നീ ലെജൻഡ് അല്ലേ? എടാ സൂരി, വെള്ളം ഇറക്കിയത് മതി. ആ രാജു കാലത്ത് വരില്ലേ? പഴയ വീട്ടിലേക്ക് അപ്പോഴല്ലേ പോകാൻ പറ്റൂ? ആ വീട് എവിടെയാ? സ്ഥലം അറിയാം, പക്ഷെ കീസ് വേണം. രാജു പറഞ്ഞു ആ വീട് നോക്കുന്നവരുടെ കയ്യിൽ നിന്ന് കീസ് മേടിച്ചോണ്ട് വരാന്ന്. അവര് കൊറേ ദൂരമാണത്രേ. എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. കുറച്ച് വെള്ളം തരൂ അനുഷ്യ. അവളെ എല്ലാരും അനുന്നാ വിളിക്കുന്നത്, അറിയൂ? അനു സിയ. ഫുഡ് ശരിക്കും നന്നായിരുന്നു അല്ലേ? വളരെ നന്നായിരുന്നു. സെർവ് ചെയ്ത പെണ്ണും അല്ലേ? അതെയോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ചുമ്മാ അഭിനയിക്കല്ലേ. നീ വായി നോക്കിയതേ ഞാനും കണ്ടു. ഇപ്പോഴും അത് മോത്തുണ്ട്. എടിയൊന്നും മിണ്ടാതിരിക്കേ. ഞാൻ ഉറങ്ങാൻ പോവാ. വരുന്നോ? ഇല്ല, നീ പോയിക്കോ, ഞാൻ കുറച്ചിട്ട് വരാം. ഓക്കെ ദെൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങള് നാളെ രാവിലെ വരാം. അവർക്ക് ചപ്പാത്തി വേണമെങ്കിൽ ഞങ്ങള് ഉണ്ടാക്കി വരാം. ഓ ഗ്രേറ്റ്. എനിക്കും ചപ്പാത്തി ഒരുപാട് ഇഷ്ടാ. ഗുഡ് നൈറ്റ് അനു. ഞാനെന്നാ ഇറങ്ങട്ടെ ഏട്ടാ. എന്താ പറഞ്ഞേ? പോയിട്ട് വരാന്ന് പറഞ്ഞതാ. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും തെറ്റല്ല, അത് ഡേഞ്ചറസാ. ഡേഞ്ചറസോ? അവളാണോ ഡേഞ്ചറസ്, അത് അവളോട് അട്രാക്ട് ആവുന്നതാണോ? രണ്ടും തന്നെയാ. അയ്യോ, അയ്യോ, ഞാൻ വെറുതെ നിങ്ങളെങ്ങനെ ചെയ്യുന്നെന്ന് നോക്കുമായിരുന്നു. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. എന്നോട് ക്ഷമിക്കണം. അയ്യോ ദൈവമേ, ആഞ്ജനേയ നമഃ, ആഞ്ജനേയ നമഃ, ആഞ്ജനേയ നമഃ.
അയ്യോ യു മീൻ ഈ ലൈക്ക് pattern നന്നായിട്ടുണ്ടല്ലേ? എന്താടാ നീ വീണ്ടും നിന്റെ മുഖം കണ്ണാടി കണ്ടോ? നിക്ക് എന്തിനാ ഇങ്ങനെ ഓടി വന്നേ? ഏ? അവള് 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 എന്റെ പിറകെയായിരുന്നു ഉള്ളേ, പക്ഷെ അങ്ങനെ കണ്ണാടിനെ കണ്ടില്ല. എന്താ? കണ്ണാടിയിൽ നീ എന്ത് കണ്ടുന്നാ പറയുന്നേ? അവള് തന്നെയാ, അനുഷ്യ. അവളെന്റെ പിറകെ ഉണ്ടായിരുന്നേ. അവൾക്ക് ആ ചോരയാ വേണ്ടത്. അയ്യോ, ഞാൻ പറയുന്നത് വിശ്വസിക്കേ, അവള് തീർച്ചയായും ഒരു പ്രേതവാ, കൺഫേം. എനിക്ക് ആദ്യം തന്നെ അറിയായിരുന്നു അവളും പ്രേതവാ, അവളുടെ അമ്മയും പ്രേതവാ. അതൊരു പ്രേത കുടുംബമാ. നീ എന്താ ചിരിക്കുന്നേ? അടുത്ത അവളുടെ അച്ഛൻ പ്രേതം കൂടെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കും. ഇപ്പോ ഉള്ളത് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കണം. അങ്ങേര് എന്നെ കണ്ട് പേടിച്ചു പോയി. ഞാൻ വേണമെന്ന് വെച്ചല്ല ചെയ്തത്. അങ്ങേര് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് അടുത്ത് പോയി നോക്കിയതാ. ഞാൻ വന്നത് അദ്ദേഹം കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് പുറകെ നിൽക്കുന്നത് കണ്ടപ്പോ അങ്ങേര് പേടിച്ചു പോയതാ. ദയവീത് എന്നോട് ക്ഷമിക്കണം. ഈ അനന്ത് എപ്പോഴും സ്വപ്നലോകത്ത് തന്നെ ആയിരിക്കും. നിങ്ങളൊരു വലിയ പ്രേതാണെന്ന് അവൻ പറയുന്നത്. നിങ്ങൾ അവന്റെ രക്തം കുടിക്കാൻ വന്നതാത്രേ. നിങ്ങളെ കണ്ണാടി കണ്ടിട്ട് പോലും അവന് കാണാൻ പറ്റിയില്ലെന്ന്. തൊട്ടടുത്ത് ഇങ്ങനെ നിന്നിട്ട് പോലും കാണാൻ പറ്റുന്നില്ല അത്രേ. അനു എങ്ങോട്ടേക്കാ പോന്നെ? അനു, ഇവൾക്ക് എന്ത് പറ്റി? അനു എങ്ങോട്ടേക്കാ? മര്യാദയ്ക്ക് അവളോട് ഇപ്പൊ നീ സോറി പറ. അതെ, നീ മാപ്പ് ചോദിച്ചേ പറ്റൂ. You really hurt her, Anantu. നിനക്ക് കാര്യമായിട്ടെന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. നീ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുകയാണ്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്താ ശരിയല്ലേ? ഐ തിങ്ക് ഹിസ് മദർ ബോർഡ് ഇസ് ഗോൺ. ഐ എം സോറിയടാ. ഞങ്ങളുടെ അടുത്തല്ല, അവളോട് പറ. ഐ എം വെരി സോറി. കുട്ടി, ആരുമില്ലേ? രാവിലെ വരാൻ പറഞ്ഞില്ലേ? ദാ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓ, ഒരുപക്ഷെ ഉറങ്ങായിരിക്കോ? ശരി, ഞാൻ പുറപ്പെടാം, പിന്നെ വരാട്ടോ. കട്ടപ്പാ, വന്നോ? നിങ്ങൾ ഉറങ്ങാണെന്നാ ഞാൻ വിചാരിച്ചേ. ഞാൻ ഉറങ്ങാറേയില്ല കട്ടപ്പ. ഉറങ്ങില്ലൊന്നോ? ഉറങ്ങിയില്ലെങ്കിൽ ശരീരത്തിന് നല്ലതല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നല്ലൊരു ഡോക്ടറെ കാണണേ, അല്ലെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണോ? ഓ എന്റെ അമ്മോ, ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ദയവ് ചെയ്ത് ചിരിക്കല്ലേ. ചിരി ഒന്ന് നിർത്തോ, നിർത്തോ. നിങ്ങളുടെ വീട്ടിലെത്തിയ അതിഥികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് പാചകം ചെയ്യാന് 2 പെണ്ണുങ്ങളെ കിട്ടി. അത് ഞാൻ ചെയ്ത ഭാഗ്യ. അവരെവിടുന്നാ വന്നത് കട്ടപ്പ? അവരിതാ ഇവിടെ അടുത്തെവിടുന്നാ വരുന്നെന്ന് പറഞ്ഞു. വന്ന് 3 വർഷമായത്രേ. അവരെ ഭർത്താവ് മിലിറ്ററിയിൽ വലിയ പാചകക്കാരനാണത്രേ. പാചകമൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. പാചക കുടുംബം അല്ലേ? നല്ല കാര്യം. അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ പറയൂ. നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാ വീട്ടിൽ പാചകം ചെയ്ത് കൊണ്ടുവന്ന് തരാൻ പറയാം. അവിടെ അതാ ചെയ്യുന്നേ. പിന്നെ നിങ്ങൾ വെജ് ആണോ നോൺ വെജ് ആണോ? അതൊക്കെ വിട്. എനിക്ക് ആദിത്യയും അവന്റെ കൂടെ വന്ന എല്ലാവരെയും കാണുന്നുണ്ട്. ആദിത്യോ? അവിടെ ആദിത്യന്ന് ആരുമില്ല. സൂര്യന്ന് ഒരുത്തനുണ്ട്, അവനാ ഹെഡ്. 2 പേര് ഒരാളെന്നെയാ. അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. ഇങ്ങോട്ടോ? ഇങ്ങോട്ട് എങ്ങനെ 2 പേരെയും വിളിച്ചോണ്ടിരാൻ പറ്റും? ഇത് നടക്കുന്ന കാര്യമല്ലല്ലോ. ശരി, വേണ്ട വേണ്ട, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് തലയൊക്കെ പെരുക്കുന്നു. ഞാൻ ഇവിടുന്ന് പോട്ടെ, നമുക്ക് പിന്നെ കാണാം. നിക്ക്, നിങ്ങൾക്കൊരു കാര്യം തരാനുണ്ട്. എന്താ അത്?
അത് വെച്ചോ, നിങ്ങൾക്കുള്ളതാ. ഇത് കൊണ്ടുപോയി വിറ്റോ. ഇത് ശരിക്കുള്ള സ്വർണ്ണാണോ അതോ പിത്തളയോ? എന്റെ അമ്മോ, സ്വർണ്ണം തന്നെയാണ്.